ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് 300 പാറ്റേൺസ്. 300 പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള ഈ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോഴ്സിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 300 സ്പോക്കൺ പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യുകയാണ് ഈ കോഴ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത് നമ്മുടെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള രണ്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ഒന്ന് രേഖ മിസ്, മറ്റൊന്ന് സന മിസ്. ഇതൊരു ഇന്ററാക്റ്റീവ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ്. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. ഒരു ദിവസം 2 ക്ലാസ്സിൽ വെച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവേണ്ടത്. ഈ കോഴ്സിന്റെ സിലബസിനെ കുറിച്ചുള്ള ഏകദേശം ഒരു രൂപം ഞാനിവിടെ നിങ്ങൾക്ക് നൽകാം. വൈ ദിസ് കോഴ്സ്? എന്തിനാണ് ഈ കോഴ്സ്? ഈ കോഴ്സ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ കോഴ്സിൽ റെഡി ടു യൂസ് ആയിട്ടുള്ള, വളരെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറെ ലേണിംഗ് പാറ്റേൺസ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അതായത് ലേൺ റെഡി ടു യൂസ് സ്പീക്കിംഗ് പാറ്റേൺസ്. അതാണ് ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്ക് ഭാഷ സംസാരിക്കുമ്പോൾ ഏത് ഭാഷയാണെങ്കിലും നിത്യജീവിതത്തിൽ കുറെ പാറ്റേൺസുകൾ നമ്മൾ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ബേസിക് പാറ്റേൺസിന് ബേസ് ചെയ്താണ് പിന്നീട് വ്യത്യസ്തമായ വെർബുകളും സിറ്റുവേഷൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറ്റേൺസ് എന്താണ് എന്നുള്ളത്, അതിന്റെ ഒരു സീക്രട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാഷ അനായാസം എഫർട്ട്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബിൽഡ് സെന്റൻസസ് എഫർട്ട്ലെസ്ലി. സെന്റൻസുകൾ വളരെ എഫർട്ട്ലെസ് ആയിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ, ഉപയോഗിക്കാൻ നമുക്ക് ഈ ഒരു കോഴ്സ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ സാധിക്കും. അതുപോലെ ഇംപ്രൂവ് ഫ്ലുവൻസി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പാറ്റേൺസുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ ബേസിക് മുതൽ കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഈ കോഴ്സ്. കോഴ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലൈവ് ആണ് നിങ്ങൾ ഈ കോഴ്സ് കാണുന്നതെങ്കിൽ മോർണിംഗ് 6:30 AM രേഖ മാം ഹാൻഡിൽ ചെയ്യുന്ന സെഷനും, അതുപോലെ ഈവനിങ്ങിൽ 8:30 സന മിസ് ഹാൻഡിൽ ചെയ്യുന്ന സെഷനുമാണ്. മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത് ബേസിക് ഫ്ലുവൻസി ബേസ് ചെയ്തിട്ടുള്ള ഫ്ലുവൻസി പാറ്റേൺസ് ആണ് എങ്കിൽ, ഈവനിങ്ങിൽ സ്പീക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രാമർ ഓറിയന്റഡ് ആയിട്ടുള്ള ബേസിക് ആൻഡ് ഇന്റർമീഡിയറ്റ് ആൻഡ് അപ്പർ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള പാറ്റേൺസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. മോർണിംഗ് സെഷനെ കുറിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഫ്ലുവൻസി പാറ്റേൺസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. 150 ബേസിക് ഫ്ലുവൻസി പാറ്റേൺസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നിത്യജീവിതത്തിലെ സംഭാഷണത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള പാറ്റേൺസുകളാണ്. അത് ബേസ് ചെയ്തിട്ട് ഉള്ള എക്സാമ്പിൾ സെന്റൻസുകളൊക്കെ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യും. ഒരു ദിവസം 10 പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എക്സാമ്പിൾസ് വിത്ത് എസെൻഷ്യൽ വൊക്കാബുലറി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് നമ്മൾ ഓരോ പാറ്റേൺ പഠിക്കുമ്പോഴും ആ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ചില എക്സാമ്പിൾസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തരുന്ന എക്സാമ്പിൾസിനകത്ത് കൃത്യമായ ധാരണയോടുകൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില പ്രത്യേകതരം വൊക്കാബുലറികളുണ്ട്. ആ വൊക്കാബുലറികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ലൈഫിൽ ആവശ്യമായിട്ടുള്ള വൊക്കാബുലറികളാണ്. അപ്പോൾ ഓരോ എക്സാമ്പിൾസും വളരെ ബോധപൂർവ്വം തയ്യാറാക്കിയിട്ടുള്ള എക്സാമ്പിൾസ് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായും നിങ്ങളുടെ ഭാഷയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നിരന്തരമായി അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ, പ്രയോഗങ്ങൾ, എക്സ്പ്രഷൻസ് കൂടിയാണ് ഈ പറയുന്ന ഓരോ എക്സാമ്പിൾസും. അപ്പോൾ 150 ബേസിക് ഫ്ലുവൻസി പാറ്റേൺസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നത് വൊക്കാബുലറി കൂടി ആണ്. ഇനി ഈവനിങ് സെഷനെ കുറിച്ച് ഏകദേശ രൂപം എന്ന് പറയുന്നത്, ഈവനിങ് സെഷൻ എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ വളരെ കോർ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടെൻസസ്, പാസീവ് വോയിസസ്, അതുപോലെ മോഡൽസ്, കണ്ടീഷണൽസ്, കൺജങ്ഷൻസ്, കമ്പാരറ്റീവ്സ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭാഷ. ഇതിനൊക്കെ നമ്മൾ ഗ്രാമർ എന്ന് പറയുമെങ്കിലും ഗ്രാമറായിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഗ്രാമർ വേണ്ട ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണയുണ്ട് എങ്കിലും നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഗ്രാമർ ആണ് എന്നുള്ളതാണ് ഏറ്റവും സത്യം. പക്ഷെ നമ്മൾ ഭാഷ സംസാരിക്കുമ്പോൾ അത് ഗ്രാമർ ആണ് എന്നറിഞ്ഞുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നു, പക്ഷെ ആ ഉപയോഗിക്കുന്ന സെന്റൻസുകളുടെ ഘടനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഗ്രാമർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാമർ മനസ്സിലാക്കുക എന്നുള്ളത് കൃത്യമായ തെറ്റില്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ തരുന്നത് ഈ പറയുന്ന ഗ്രാമർ എല്ലാം ബേസ് ചെയ്തിട്ടുള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബേസിക് പാറ്റേൺസ് ആണ്. അപ്പോൾ ടെൻസ് ആയിട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല, പകരം നിങ്ങൾക്ക് ചില പാറ്റേൺസ് പഠിപ്പിച്ചു തരും. ആ പാറ്റേൺസ് ബേസിക്കലി എന്തായിരിക്കും? ടെൻസസ് ആയിരിക്കും. കണ്ടീഷണൽസ്, കൺജങ്ഷൻസ് ഒക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഏറ്റവും മനോഹരമായ ഭാഷ ഉപയോഗിക്കണമെങ്കിൽ കൺജങ്ഷൻസുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെന്റൻസുകളെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ക്ലോസുകളെ യോജിപ്പിക്കുകയും വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് കൺജങ്ഷൻസ്. മോഡൽസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മോഡൽസ് ഇല്ലാതെ ഭാഷയില്ല. ക്യാൻ, കുഡ്, മേ, അല്ലെങ്കിൽ കുഡ് ഹാവ്, മേ ഹാവ്, ഇതൊന്നും ഇല്ലാതെ നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഭാഷയുടെ ആത്മാവെന്ന് വിളിക്കാൻ പറ്റുന്ന ഈ മോഡൽസുകളൊക്കെ
പാറ്റേൺസിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഈ മോഡൽ റിലേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസുകൾ നമ്മൾ കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ക്യാനിന്റെയും കുഡിന്റെയും കുഡ് ഹാവിന്റെയും കുഡ് ഹാവ് ബീന്റെയും ഒന്നും ഉപയോഗം ഒരു കാരണവശാലും ബുദ്ധിമുട്ടാവുകയില്ല. ഇതെല്ലാത്തിനും പുറമെ ചില അഡ്വാൻസ്ഡ് പാറ്റേൺസ് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 150ഓളം വരുന്ന പാറ്റേൺസുകളാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നിങ്ങൾ 2 സെഷനും ഫോളോ ചെയ്യണം, മോർണിംഗും ആൻഡ് ഈവനിങ്ങും. ഓക്കെ, റെക്കോർഡ് സെഷൻസ് കാണുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, രണ്ടും കൃത്യമായ ഓർഡറിൽ തന്നെയാണ് നമ്മുടെ ആപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഹൗ വി ടീച്ച്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. അപ്പോൾ ലൈവിൽ വരുന്ന ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാം, അല്ലാത്തവർക്ക് കേട്ട് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് സ്പീക്കിംഗ് ട്രാൻസ്ലേഷൻ പ്രാക്ടീസ് ആണ്, അതായത് റിവേഴ്സ് മെത്തേഡിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. മലയാളത്തിൽ ഐഡിയാസ് തരികയും അതിനെ ഇംഗ്ലീഷിലേക്ക് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും പിന്നീട് അത് കറക്റ്റ് ചെയ്ത് തരികയും ചെയ്യുന്ന രീതിയാണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഉണ്ട്, ഓരോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതുപോലെ ഓരോ സെഷൻ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസസ് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് സെഷന്റെ ഭാഗമായിട്ട് തരുന്നതായിരിക്കും. സെൽഫ് പ്രാക്ടീസ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതായത് ക്ലാസ്സിൽ ലൈവായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമെങ്കിലും കൂടുതൽ ആളുകളും റെക്കോർഡ് പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് റെക്കോർഡ് സെഷൻസ് കാണുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ സെൽഫായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ രൂപത്തിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഒരാൾ ലൈവിൽ എങ്ങനെ ആക്റ്റീവായിട്ട് ഈ കോഴ്സിന് ഉപയോഗപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങളും ഈ പറയുന്ന കോഴ്സിനെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലൈഫ് ടൈം റെക്കോർഡ് ക്ലാസ്സസ് ആണ്. അതായത് എല്ലാ ലൈവ് സെഷനിലും റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി കണ്ടന്റുകളൊന്നും തന്നെ വെട്ടിക്കളയാതെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എല്ലാ ക്ലാസ്സും റെക്കോർഡായിട്ട് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ലൈഫ് ടൈം ആക്സസ് ആണ്, എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലൂടെയാണ് ക്ലാസ്സസ് കിട്ടുന്നത്. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന സ്ക്രീൻഷോട്ട് നോക്കാം. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് സ്റ്റഡി എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ കോഴ്സ് ഉണ്ടാവുക. നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എന്ന് കാണും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് ഓപ്പൺ ആവും. അതിനുള്ളിൽ എല്ലാ ക്ലാസ്സസും 1 by 1 ആയിട്ട് ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നോട്ട്സ് അതുപോലെ പ്രാക്ടീസ് സെഷൻസും ഈ പറയുന്ന ഓരോ ക്ലാസ്സിന്റെയും താഴെ ഒരു ബട്ടൺ ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയാൻ ഒന്ന് നോട്ട്സ് ആണ്, അത് ഓരോ ക്ലാസ്സിന്റെയും താഴെ ആഡ് ചെയ്തിട്ടുണ്ടാവും. 2 സ്റ്റഡി മെറ്റീരിയൽസ് ആണ്, മീൻസ് ഇ ബുക്ക് ആണ്. ഈ പറയുന്ന എല്ലാ പാറ്റേൺസ് ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ബുക്ക് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ബുക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന സ്ക്രീൻഷോട്ട് നോക്കി, ബുക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇ ബുക്ക് എന്ന് പറയുന്ന കാറ്റഗറി തന്നിട്ടുണ്ടാവും. അവിടെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത ആളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഇ ബുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചിലപ്പോൾ അവിടെ പേയ്മെന്റ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ആ ബുക്കിന് പേയ്മെന്റ് നൽകേണ്ടതില്ല, നിങ്ങൾക്കത് ഫ്രീ ആണ്. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഇനി ലൈവ് ആക്സസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് സൂം വഴിയാണ്. അതിന്റെ ലിങ്ക്സ് നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പായ വാട്സപ്പിൽ ഉണ്ടാകും. ഇനി അതല്ലെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ്സിന്റെ സമയത്ത് ഓപ്പൺ ചെയ്താൽ അവിടെ ലൈവ് എന്ന റെഡ് കളറിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ മീൻസ് ലൈവിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ കോഴ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വാട്സപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പാണ്. അവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്കഷനും നടക്കും. നിങ്ങൾ ഡൗട്ട്സുകൾ ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും അവിടെ നടത്താൻ സാധിക്കും. കൂടാതെ സൺഡേ നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവില്ല. ഇന്ററാക്റ്റീവ് ലേണിംഗ് ആണ് എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പ് വഴിയും ലൈവിലും ഇന്ററാക്ഷൻ നടക്കുന്നതാണ്. എപ്പോൾ ആണെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് എന്നോടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വഴി നിങ്ങളുടെ മെന്റേഴ്സ് മീൻസ് ട്രെയിനേഴ്സിനോടോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. So without further delay, let's get started. Once again, I warmly welcome every one of you to Brewster family and this course. Thank you. Have a great day. Happy learning.